നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഫ്രേസ് ആണ് ഇഫ് ഹി വാണ്ടഡ് ടു ഹി വുഡ് എന്നുള്ളത്. അതായത് വേണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യും എന്നുള്ളത്. അതായത് ഒരു കാര്യം ഒരു വ്യക്തി ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരേ ഒരു അർത്ഥം അയാൾക്ക് നിങ്ങളോട് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര എംപവറിംഗ് ആയിട്ടൊക്കെ തോന്നും. അതായത് ഇഷ്ടവും ഇഷ്ടക്കേടും തിരിച്ചറിയാനുള്ള കൃത്യമായ ഒരു മാർഗം. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം എന്നുള്ളത്. പക്ഷെ ഇത് ശരിക്കും അത്രയ്ക്ക് എംപവറിംഗ് ആണോ? മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുന്ന ഒന്നാണോ ഇഫ് ഹി വാണ്ടഡ് ടു ഹി വുഡ് എന്നുള്ളത്? ആളുകളുടെ ലവ് ലാംഗ്വേജ് പല തരത്തിലല്ലേ, പല രീതിയിലായിരിക്കും ആളുകൾ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. എന്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒട്ടും കമ്മ്യൂണിക്കേറ്റീവ് അല്ല, ഒട്ടും റൊമാൻറ്റിക് അല്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് എന്റെ ജീവിതം എളുപ്പമാക്കുന്നതിൽ കാര്യങ്ങൾ ചെയ്യും. ഒരു ദിവസം ഞങ്ങൾ രാത്രി കുറെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നത് അയ്യോ ഈ കോൾ ഇനി ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ടെൻഷൻ അടിച്ചിട്ടാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ടേബിളിൽ എന്റെ ഫോൺ അയാൾ ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലൈഫിലെ ചെറിയ കാര്യങ്ങളിലുള്ള കൺസേൺ അതൊരു ലവ് ലാംഗ്വേജ് ആണ്. നമ്മളെ ഇഷ്ടമാണ്, നമ്മളോട് കരുതലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ആളുകളുടെ പലതരം ലവ് ലാംഗ്വേജസ് മനസ്സിലാക്കണം. ചിലർ വേർഡ്സ് ഓഫ് അഫർമേഷൻ തന്നെ ആയിരിക്കും പറയുന്നത്, വളരെ എക്സ്പ്രസീവായി കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ചിലർക്ക് അതായിരിക്കില്ല, ഗിഫ്റ്റുകൾ തരുന്നതിലായിരിക്കും. ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല, നിങ്ങളുടെ ഡെയിലി ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതിലായിരിക്കും. നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്നുള്ളത് വിശ്വസിക്കുക. അല്ലാതെ ഇത്തരം കുറുക്ക് വഴികളിൽ മാത്രം വിശ്വസിച്ച് ഒരു ബന്ധത്തിൽ ഇഷ്ടമില്ല എന്ന് വിശ്വസിച്ച് നമ്മളെയും അവരെയും ഹേർട്ട് ചെയ്യാതെ ഇരിക്കുക.